ഒരു മണിക്കൂർ പണിയില്ലാതെ അങ്ങനെ ഇപ്പൊ ആളുണ്ടാവോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് നമ്മുടെ മണിച്ചിത്താഴിലെ കിണ്ടിയുടെ വീട്ടിലേക്കാണ്. നമ്മുടെ കിണ്ടി അറിയാം, എല്ലാവർക്കും അറിയാം, ആ ഒരു ആക്ടറെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആക്ടർ സുധീഷാട്ടിൻ്റെ വീട് കോഴിക്കോടാണ്. സുധീഷാട്ടിൻ്റെ വീട്. നമുക്ക് ആ പോകുമ്പോഴുള്ള കാഴ്ചകളും നമുക്കൊക്കെ കണ്ട് നമുക്ക് പോവാം. ഓക്കെ. കിണ്ടി ഞാൻ കണ്ട് കിണ്ടി അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ കിണ്ടി. ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ കിണ്ടി കിണ്ടി കിണ്ടി. യാത്ര വണ്ടിയിലല്ല, ഞാൻ അങ്ങനെ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. രാവിലെ ഒരു 6:30 മണിയാകുമ്പോൾ എത്തി. ഞാനത് കോഴിക്കോട് എത്തുമ്പോൾ ഒരു 8:45 ആയി. വണ്ടി കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. ഞാനങ്ങനെ അവിടെ എത്തി. അവിടുന്ന് ബസ്സിലങ്ങ് യാത്ര തുടങ്ങി. അപ്പോഴത്തേക്കൊരു 10 മണിയൊക്കെ ആയി. ഞാൻ ചായയൊക്കെ കുടിച്ച് 10 മണിയായി. യാത്ര തുടരുമ്പോൾ അങ്ങനെ മുന്നോട്ടേക്ക് പോയി. എല്ലാവരും എന്നെ പറഞ്ഞത് കോഴിക്കോട് നടക്കാവാണ് സുധീഷാട്ടിൻ്റെ വീട് എന്ന് പറഞ്ഞത്. ഞാൻ എന്നിട്ട് നടക്കാവ് അങ്ങനെ ഞാനങ്ങനെ ബസ് അവിടെ ഞാൻ പറഞ്ഞു. നടക്കാവിൻ്റെ അവിടെ അവർ സ്റ്റോപ്പ് ചെയ്ത് തന്നു. സുധീഷാട്ടിൻ്റെ വീട് എവിടെയാ? അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഇതേ സ്ഥലം വരുന്നേ. ഈ സ്ഥലം വണ്ടിപ്പേട്ട. ഇത് വണ്ടിപ്പേട്ട. ആ ഓക്കെ. നേരത്തെ പോയോ? ഓക്കെ. ഒരു മണിക്കൂർ പണിയില്ലാതെ അങ്ങനെ പണിയില്ലേ? പണി കൊടുക്കാം. നമുക്ക് പണി കൊടുക്കാം. ഓക്കെ. ഇത് വണ്ടിപ്പേട്ടന്ന് അങ്ങനെ നമ്മളെ വണ്ടിപ്പേട്ടെന്ന് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. ഓക്കെ. ജസ്റ്റ് പോകാം. 1986 റിലീസായ ആശംസകളോടെ എന്ന പടത്തിലാണ് സുധീഷേട്ടൻ ബാലതാരമേ ആദ്യമായി മലയാള സിനിമയിലേക്കുള്ള കടന്നുവരവ്. അത് കഴിഞ്ഞ് ഒട്ടേറെ നല്ല നല്ല കഥാപാത്രങ്ങൾ സുധീഷേട്ടനെ തേടിയെത്തി. അനിയത്തിപ്രാവ്, മുദ്ര തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമകൾക്കൊക്കെ പുറമെ നമ്മളെ മണിച്ചിത്താഴിലെ കിണ്ടി എന്ന കഥാപാത്രം ആണ് ഏറ്റവും കൂടുതൽ മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഈ കാണുന്നതാണ് ബിലാത്തിക്കുളം ശ്രീ ശിവക്ഷേത്രം. അതിൻ്റെ അടുത്തൊരു കുളമുണ്ട്. ഈ കുളത്തിൻ്റെ അടുത്താണ് പറഞ്ഞത് ബിലാത്തിക്കുളത്തിൻ്റെ അടുത്താണ്. അപ്പം നമ്മൾ എത്താറായി. നമ്മൾ ഓട്ടോക്കാരൻ പറഞ്ഞത് ഇപ്പോൾ എത്തുന്നതാണ് പറഞ്ഞത്. നമ്മൾ അങ്ങനെ മുന്നോട്ടേക്ക് അങ്ങ് പോയി. ബിലാത്തിക്കുളം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇടത്തേക്കൂടെ റോഡുണ്ട്. അതിലേക്കൂടെ അങ്ങ് മുന്നോട്ടേക്ക് പോകണം. അതിലേക്കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സൈഡിലാണ് സുധീഷാട്ടിൻ്റെ വീട് എന്നാണ് ഓട്ടോക്കാരൻ പറഞ്ഞത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓട്ടോക്കാരൻ പറഞ്ഞു അവിടെ എത്തിയെന്ന് പറഞ്ഞു. ഓട്ടോക്കാരൻ 2-3 വീട് കാണിച്ചു തന്നു. 3 വീട് കാണിച്ചതിൽ ഇതിൽ ഏതെങ്കിലും ഒന്നാണെന്നാണ് ഓട്ടോക്കാരൻ പറഞ്ഞത്. ഈ വഴിക്കല്ല നേരെ അല്ലേ? റോഡ് നേരെ വേറെ കൊറേ ഓട്ടോക്കാർ ചോദിച്ചു. അവർക്കൊന്നും അറിയില്ല. സ്ഥലം എവിടെയാണെന്ന് ശരിക്കും അറിയില്ല. താങ്ക് യു കേട്ടോ. ഓക്കെ, ശരി കേട്ടോ. ഓക്കെ. 2-3 വീടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്കൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തെ വീട്ടിൽ നമ്മൾ ചോദിച്ച് വീട് ഏകദേശം അങ്ങോട്ടേക്ക് വരാം. വീട് ഇതന്നെ അല്ല? ഈ വന്ന വഴി ബാക്കിലൂടെ ബാക്കിലത്തെ വീടല്ലേ? ഇവിടുന്ന് അങ്ങോട്ടേക്കല്ലേ? എന്നാ പിന്നെ ഓക്കെ ചേട്ടാ, പോകട്ടാ. ഞാൻ അങ്ങോട്ട് പോയത്. അങ്ങനെ നമ്മൾ സുധീഷാട്ടിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ മണിച്ചിത്താഴിലെ കിണ്ടി എന്ന കഥാപാത്രത്തെ അഭിനയിച്ച നമ്മുടെ സ്വന്തം സുധീഷേട്ടൻ. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാനുള്ളത്. നമ്മുടെ സുധീഷേട്ടനെ ഓർമ്മിക്കണമെങ്കിൽ തന്നെ ആ ഒരു കഥാപാത്രത്തിലാണ് സുധീഷേട്ടനെ പെട്ടെന്ന് ഓർമ്മിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കഥാപാത്രം തന്നെ എടുത്തെടുത്ത് ഞാൻ പറയുന്നത്.
അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു വീടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത്, ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് ചോദിച്ചു നോക്കാം. വണ്ടി ഫ്രണ്ടിൽ തന്നെ കാണുന്നുണ്ട്. നമുക്ക് കയറാൻ പറ്റുമോ അറിയില്ല. അവർക്ക് അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മൾ ഏതായാലും ഒന്ന് ചോദിച്ച് നോക്കാം. ഇതപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ ഉള്ളിൽ ആരുമില്ല, അവർ പുറത്താണ് ഉള്ളത്, പുറത്ത് പോയിട്ടുള്ളത്. നമുക്കിപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചത് ഉള്ളിൽ അങ്ങനെ പെർമിഷൻ ഇല്ല, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അടുത്തത് MP മുരളീധരൻ്റെ വീട്ടിൽ പോയി നോക്കാം. ഇവിടെ എത്തുമ്പോൾ അവർ പറഞ്ഞ MP മുരളീധരൻ്റെ വീട് ഇവിടെ എടുത്താന്ന് പറഞ്ഞ് നമുക്ക് അവിടത്തേക്കൊന്ന് പോയി നോക്കാം. മുരളീധരൻ്റെ വീടൊന്ന് പറഞ്ഞുതരോ? നേരെ 1 കിലോമീറ്റർ പോകാം. നേരത്തെ തന്നെ അല്ലേ? നേരത്തെ തന്നെ പോയാ അല്ലേ? എന്നാൽ പിന്നെ ഓക്കെ ഏട്ടാ, ബൈ. ശരി ചേട്ടാ, നമുക്ക് വഴി അറിയില്ല, അവിടെ ചോദിച്ചു. ശരി, ഓക്കെ ഏട്ടാ. നമ്മൾ ഇതുവരെ ഹെൽപ്പ് ചെയ്താട്ടെ ഏട്ടൻ. ഏട്ടന് ഹായ് പറ, ജസ്റ്റ് ഹായ് പറ. ഓക്കെ, എന്നാ പിന്നെ ഞാൻ മുരളീധരൻ്റെ വീട് ഇതല്ലേ വീട്? ഈ വീടല്ലേ? എന്നാ പിന്നെ ഞാൻ അവിടത്തേക്ക് പോയി നോക്കാം. ഓക്കെ ശരി, ഓക്കെ താങ്ക് യു ഏട്ടാ. ഇതാണ് കെ മുരളീധരൻ സാറിൻ്റെ വീട്. നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുമോയെന്ന് അറിയില്ല. നമുക്കത് ചോദിച്ചു നോക്കാം. ഉള്ളിലേക്ക് കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഒന്ന് കാണാം. ഏതായാലും ദൈവത്തിനൊക്കെ മനസ്സിൽ വിചാരിച്ച് ഞാനങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഉള്ളിൽ കയറാൻ പറ്റുമോയെന്ന് അറിയില്ല. ഏതായാലും സെക്യൂരിറ്റിയോട് ചോദിച്ചു നോക്കാം. ഇതാണ് വീട്. വണ്ടിയുണ്ട് ഇവിടെ. വണ്ടിയുണ്ട്, ആളെ കാണുന്നില്ല. ആളെ നോക്കി ചോദിച്ചു നോക്കാം. എന്നാലും 2 ദിവസത്തിനുള്ളിൽ വരുവാ. അപ്പോൾ ആൾ ഇവിടെ ഇല്ലാന്നാണ് പറഞ്ഞത്, ഇപ്പോൾ എന്നാ പറഞ്ഞത് നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. സുധീഷേട്ടൻ്റെ വീട്ടിൽ പോയാലും കാണാൻ പറ്റിയിട്ടില്ല. സുധീഷേട്ടൻ അങ്ങനെ ജോലി തിരക്കാരനും എറണാകുളത്തുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.